ഈ 5 ക്വാളിറ്റീസ് നിങ്ങളൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഭാവിയിൽ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങാൻ താല്പര്യപ്പെടുന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണുക. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി ഡിസ്കംഫർട്ട് ടോളറൻസ് എന്ന് പറയും. അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫുള്ളും അൺസർട്ടൈൻ ആണ്, അതുപോലെ അൺകംഫർട്ടബിൾ ആണ്. വിചാരിച്ച രീതിയിൽ ഒന്നും നടക്കണമെന്നില്ല. നമ്മൾ ഒരു ഫിക്സ്ഡ് സംഭവമേ ഇല്ല, ഭയങ്കര വോളട്ടൈലാണ്, ഭയങ്കര വിചാരിക്കാത്ത രീതിയിലൊക്കെ ഇത് മാറും. അപ്പോൾ അത് ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ സ്പീഡാണ്. ഈ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവാനും അടിപൊളിയാവാനും എല്ലാം സെറ്റായിട്ട് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സിക്യൂഷൻ സ്പീഡ്, അതായത് നമ്മൾ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു പോവുക, ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, നമ്മൾ മിസ്റ്റേക്സ് വരുത്തരുത്. അതായത് പാനിക്കായിട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞിരുന്നത്. അതായത് നമ്മൾ വെയിറ്റ് ചെയ്ത് സമയം കളയരുത്. എക്സിക്യൂഷൻ സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് സെൽഫ് അവയർനെസ് ആണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ, നിങ്ങളുടെ വീക്ക്നെസ് എന്താ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്തിനാ? നിങ്ങളുടെ വീക്കായിട്ടുള്ള പാർട്സിൽ എന്ത് ചെയ്യണം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള അടുത്തൊരാളെ നിങ്ങൾ ഹയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സംരംഭത്തിലേക്ക് നിങ്ങൾക്ക് ആ ഭാഗം സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അതിന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വീക്കും സ്ട്രോങ്ങും കാര്യങ്ങൾ അറിയണം. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ, നിങ്ങളുടെ വീക്ക്നെസ് എന്താ. അപ്പോൾ ഇതറിഞ്ഞാൽ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്ത് ആളെടുക്കാനും ടൂൾസ് ഉപയോഗിക്കാനും ഒക്കെ പറ്റും. പിന്നെ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് കോൾഡ് ഫെയിലിയർ ഓർ പ്രഷർ ഹാൻഡ്ലിങ്. അതായത് ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാനും റിജക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ പ്രഷർ ഹാൻഡിൽ ചെയ്യാനും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബിസിനസ്സിൽ അടിത്തറ എന്ന് പറയുന്നത് ഫെയിലിയർ വന്ന് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് കയറി വരിക എന്നാണ്. അത് എപ്പോഴും അങ്ങനെയാണ്. അതായത് ബിസിനസ്സിൽ ആർക്കും പെട്ടെന്ന് ഇറങ്ങി സക്സസ് ആവാൻ പറ്റൂല. അത്രയും ഭാഗ്യമുള്ളവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ മെജോറിറ്റി നമ്മൾ ഇറങ്ങും, കുറേ ട്രൈ ചെയ്യും, കുറേ ഫെയിലാവും, പ്രഷർ അടിക്കും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ പ്രഷറും ഫെയിലിയറും ഹാൻഡിൽ ചെയ്യാനുള്ള ക്വാളിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മതിയുള്ളൂ. പിന്നെ ലോങ് ടേം വിഷൻ അല്ലെങ്കിൽ ലോങ് ടേം തിങ്കിങ് എന്ന് പറയും. അതായത് നിങ്ങൾ 2 വർഷത്തിൽ എവിടെത്തും, ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പ്ലാൻ വേണം. ഒരു വലിയ എക്സാക്ട് ഡേ ടു ഡേ പ്ലാൻ 2 വർഷത്തേക്ക് വേണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്കൊരു ഡയറക്ഷൻ, നിങ്ങൾ പോകുന്ന എവിടെയാണ്, നിങ്ങൾ പോകുന്ന ഒരു പാത്ത്, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വേണം. അതൊരു ഓണറെ അല്ലെങ്കിൽ ഒരു സിഇഒന്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉടമസ്ഥൻ്റെ ഒരു വിഷൻ അവിടെ എന്തായാലും വേണം. എന്നാലും ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ 5 ക്വാളിറ്റീസ് ഇതൊന്നും ഓവർനൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങൾ ആ ക്വാളിറ്റി കമൻറ്റ് ചെയ്യുക. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്തുതരാം.